ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ADGP എച്ച് വെങ്കടേഷനാണ് അന്വേഷണ ചുമതല. സർക്കാർ സമർപ്പിച്ച ഇടക്കാല അന്വേഷണ റിപ്പോർട്ടിന്മേലാണ് നടപടി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. ക്രൈംബ്രാഞ്ച് ADGP എച്ച് വെങ്കടേഷ് നേതൃത്വം നൽകുന്ന സംഘത്തിൽ സൈബർ വിദഗ്ധനടക്കം 5 ഉദ്യോഗസ്ഥരുണ്ടാകും. അന്വേഷണം നടത്തി 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവ്. അന്വേഷണം രഹസ്യ സ്വഭാവത്തോടെ ആയിരിക്കണമെന്നും റിപ്പോർട്ട് പുറത്തുവിടരുതെന്നും കർശന നിർദ്ദേശമുണ്ട്. വിജയ് മല്യ സ്വർണം പൂശിയ കാലഘട്ടം മുതൽ 2019 വരെയുള്ള ദേവസ്വം ബോർഡ് ഉത്തരവുകൾ, രേഖകൾ, ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ മുതലായവ പരിശോധിക്കും. അന്വേഷണ സംഘം വിപുലീകരിക്കാനും പരിശോധനകൾക്കും ആവശ്യമായ സഹായങ്ങൾ നൽകാൻ കേരള പോലീസിന് കോടതി നിർദ്ദേശം നൽകി. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതിൽ ഗൂഢാലോചനയുണ്ടെന്നും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. 1999 ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞെങ്കിൽ പിന്നെ എന്തിനാണ് 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്വർണം പൂശിയത്? 2019 സ്വർണം പൂശിയത് ചെമ്പിലാണോ സ്വർണത്തിലാണോ എന്നും കോടതി ചോദിച്ചു. 1999 UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ 1.5 കിലോ സ്വർണം ഉപയോഗിച്ചാണ് ദ്വാരപാലക ശില്പം പൊതിഞ്ഞത്. എന്നാൽ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളി തിരികെ ഏൽപ്പിക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് 394 ഗ്രാം സ്വർണം മാത്രമാണെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് അന്വേഷണം ADGPക്ക് കൈമാറിയത്. ഉദ്യോഗസ്ഥതല ഗൂഢാലോചനയടക്കം സംഘം അന്വേഷിക്കും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.